കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ ചേരുവകൾ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു പരന്ന ബോൾ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് കുറേ നേരം മിക്സ് ചെയ്തെടുക്കേണ്ടി വരും, അത് അലിഞ്ഞ് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ പൊടി മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഈ ഒരു മെൽറ്റായി വന്നിട്ടുള്ള ബട്ടറിലേക്ക് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിൽക്കിൽ 2 സൈഡും ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ കുറവുണ്ടെങ്കിൽ പിന്നെ മറ്റേ സൈഡ് മറിച്ചിടുന്ന സമയത്ത് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള 3 ബ്രെഡും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 4 ബ്രെഡും ഇതുപോലെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു സോസായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചൊരു ലൂസായിട്ടുള്ള ആ ഒരു പരുവത്തിലുള്ള സോസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പാകത്തെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഇനി ഒന്നങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലെയറാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഹോളാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിയിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണിത്. സ്വീറ്റായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഡെസേർട്ട് രൂപത്തിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്